സഞ്ജു സാംസൺ എന്നെ പെടച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരുമാതിരി അടിയോടടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി താലങ്ങും വിലങ്ങും ഒരുമാതിരി തല്ലിക്കൊന്ന അവസ്ഥയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരെ. അവർക്ക് ഒരു പിടിയും കൊടുത്തില്ല. 6ഓ 4ഓ എന്നാ വേണേലും അത് പറയുന്നത് അടിയുടെ പേട്ടയായിരുന്നു. അത് ഓപ്പണറായിട്ട് ഇറങ്ങി അതിനുശേഷം ഓരോ ബോളർമാരും തിരഞ്ഞു പിടിച്ച് അടിക്കാൻ തുടങ്ങി. അടിയുടെ വേട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നാ പറയുന്നത് അവരുടെ മെയിൻ ബോളർമാരെ എല്ലാം അടിച്ച് പരത്തിയിട്ടുണ്ട്. ഒരു രീതിയിലുള്ള അവർക്ക് എന്താ പറയുന്നത് വിക്കറ്റ് വീഴിക്കാനുള്ള ഒരു ഇതും കൊടുത്തില്ല. അവസാനം പിടികൊടുത്തു. ബൗണ്ടറിക്ക് അരികെ നിന്ന് ഒരു നല്ല ക്യാച്ചോടുകൂടി ക്രിസ്ത്യൻ സ്റ്റബ്സ് സഞ്ജുവിൻ്റെ ക്യാച്ച് എടുത്ത്. പിന്നെ സഞ്ജു ഏറ്റവും കൂടുതൽ ചതച്ച ഒരു പുതിയ പയ്യനുണ്ട്. അവൻ്റെ പേര് വായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ചെറുക്കൻ ഒരുമാതിരി കളി കളിച്ചു. നമ്മുടെ ബംഗ്ലാദേശിനെതിരെ ഒരു T20 ഒരു സെഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയി അവിടെയും സെഞ്ചുറി നേടി. ഇപ്പം എന്നാണേലും ടീമിൽ പുള്ളിക്കാരെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പോയാൽ മതി, നല്ല കിടിലൻ കളി അങ്ങ് കളിച്ച് പോയാൽ മതി. അപ്പോൾ എന്തായാലും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മാച്ചിൽ തുടക്കം പോലെ എല്ലാ ബാറ്റ്സ്മാന്മാരും, അതായത് അപ്പുറത്തെ സൈഡിൽ വിക്കറ്റുകൾ പോകുന്നുണ്ടെങ്കിൽ പോലും വരുന്നവരെല്ലാം അടിച്ചിട്ടാണ് പോകുന്നത്. എന്നാണെങ്കിലും നല്ല രസമുള്ളൊരു മാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് വരുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരുമാതിരി എന്നെ രസമാണ്. നമ്മൾ കാത്തിരുന്ന ഇന്നിങ്സാണ് സഞ്ജു സാംസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര നാളായിട്ട് അവനെ ഒരുമാതിരി ബെഞ്ചിലിരുത്തിയോ അതുപോലെ തന്നെ അവനെ കുറ്റം പറയാനും കുറേ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും അവൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തുടങ്ങുമ്പോൾ നല്ല ടെക്നിക്ക് അറിയാവുന്ന നല്ല സ്റ്റൈലിഷ് പ്ലെയറാണ്. പക്ഷേ എന്ത് കാര്യം കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വിക്കറ്റ് പോകും എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ ഫഹദ് ഫാസിൽ പണ്ട് ഒരു സിനിമ പറഞ്ഞല്ലോ, എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്നാ സാമ്പാറിന് അത്ര രുചിയില്ല എന്ന് പറയുന്ന ഒരു കണക്കിന് സഞ്ജുവിനെ പുച്ഛിച്ച് വിടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് സഞ്ജുവിന് ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഫാൻസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഹേറ്റേഴ്സിൻ്റെ അളവും കൂടുന്നുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പുള്ളിക്കാരൻ അങ്ങോട്ട് എന്താ പറയുന്നത് ഒരുപോലെ ഹേറ്റേഴ്സിനെയും ഫാൻസിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്നിങ്സാണ് കളിക്കുന്നത്. അങ്ങനെ ഉടനെ ഒന്നും പുള്ളിക്കാരനെ ഇന്ന് ടീമിൽ നിന്ന് പറിച്ച് കളയാനൊന്നും പറ്റത്തില്ലാത്ത രീതിയിൽ പുള്ളി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇനിയിപ്പം T20 വേഗത്തിലും ടെസ്റ്റിലും എല്ലാം നല്ലൊരു മാച്ചൊക്കെ കളിച്ച് പുള്ളിക്കാരനൊക്കെ കയറി വരുമ്പോഴത്തേക്കും പിന്നെ രസമായിരിക്കും. നല്ല ഇപ്പം തന്നെ സന്ദീപ് ശർമ്മയൊക്കെ പറയുന്നുണ്ട് പുള്ളി 12 വർഷം IPL കളിച്ചിട്ട് പുള്ളി ഇതുവരെ കളിച്ചതിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണെന്നാണ് പറയുന്നത്. അപ്പം സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു നട്ടലായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്ന. പുള്ളി ഇതുപോലെ തന്നെ പവർ കളിക്കട്ടെ, കളിച്ചാലേ ഉള്ളൂ രക്ഷപ്പെടത്തുള്ളൂ. അതായത് ടീമിൽ സ്ഥിരം നിൽക്കണം. 30 വയസ്സായി, ഇനിയിപ്പോൾ ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം 8 വർഷമാണേലും കുഴപ്പമില്ല, തകർത്ത് കളിക്കട്ടെ. പുള്ളി കളിച്ച് നല്ല രീതിയിൽ കളിച്ച് പുള്ളിക്കാരൻ ടീമിൻ്റെ നെടുന്തൂണാകട്ടെ. കാരണം രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലി അല്ലെങ്കിൽ അതുപോലെ MS ധോണിയെ പോലെ തന്നെ ടീമിലെ സ്ഥിരം സാന്നിധ്യമായിട്ട് സൂപ്പർ സ്റ്റാർ, അവരെ പോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് സഞ്ജു സാംസൺ വളർന്നു വന്നാലേ ഉള്ളൂ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് എന്നാ പറയുന്നത് അഭിമാനിക്കാനും അഹങ്കരിക്കാനും പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരു ഒന്നൊന്നര ക്രിക്കറ്റ് പ്ലെയർ നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്ന ശ്രീശാന്താണ് ഏറ്റവും വലിയ എന്താ പറയുന്നത് ഓസ്ട്രേലിയൻ ടീമിനെയൊക്കെ വിറപ്പിച്ച് ഓസ്ട്രേലിയൻ ടീമൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ എല്ലാം വിറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കയറിപ്പോയ നമ്മുടെ ശ്രീശാന്ത് ഇതുപോലെ ഓസ്ട്രേലിയൻസിനെല്ലാം വിറപ്പിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലത്തിന് ശേഷം പിന്നീട് ടീമിലേക്ക് വന്ന സഞ്ജു ഒന്ന് ക്ലച്ച് പിടിക്കാൻ കുറച്ച് സമയം പിടിച്ച് ഏകദേശം ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. ഒരുമാതിരി നല്ല ഷോട്ട്സൊക്കെയാണ് പുള്ളി കളിക്കുന്നത്, നല്ല പവർ ഹിറ്റിങ്, നല്ല കിടുക്കൻ ഷോട്ട്സൊക്കെയാണ്. നല്ല രസമുണ്ട് പുള്ളിയുടെ കളി കാണാനാണെങ്കിൽ പോലും. എന്തായാലും സഞ്ജു സാംസൺ നിറഞ്ഞാടുകയാണ്. ബംഗ്ലാദേശിനെതിരെ, ബംഗ്ലാദേശ് ഒരുമാതിരി ബ്ലങ്കാന്നൊക്കെയാണ് വരുന്നത്, ബംഗ്ലാദേശിനെതിരെ 111 വാങ്ങി 111 അടിച്ചു. അതിനുശേഷം എന്താ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക വന്നിട്ട് 107 അടിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ സെഞ്ചുറി, കുറഞ്ഞ ബോളുകളിൽ സെഞ്ചുറി നേടുന്ന റെക്കോർഡും ഇപ്പം സഞ്ജു സാംസൻ്റെ പേരിലായിട്ടുണ്ട്. നേരത്തെ 55 ബോളിൽ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവിനായിരുന്നു. ഇപ്പോൾ അത് സഞ്ജു സാംസൺ വെറും 47 ബോളിൽ തന്നെ 100 റൺസ് കടന്ന് ആ ഒരു റെക്കോർഡ് മറികടന്നിട്ടുണ്ട്. പക്ഷേ റെക്കോർഡുകൾ മറികടക്കാനുള്ളതാണ്, ഇനി ആർക്ക് വേണമെങ്കിലും റെക്കോർഡുകൾ മറികടക്കാം. എന്നിരുന്നാലും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ നെടുന്തൂണായിട്ട് വളർന്നങ്ങ് പടന്നങ്ങ് പന്തലിക്കട്ടെ. ഒന്നൊന്നര പ്ലെയറായിട്ട് ഇന്ത്യൻ ടീമിൽ അങ്ങോട്ട് കാത്തി നിൽക്കട്ടെ.